ഇറാനുമായുള്ള അമേരിക്കയുടെ ആണവ ചർച്ചകൾ മാറ്റിവെച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇറാൻ അവരുടെ ആണവ പദ്ധതി പൂർണ്ണമായും ഉപേക്ഷിക്കണമെന്ന് അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ട് രംഗത്ത് വരികയും ചെയ്തു. മാത്രമല്ല, ഇറാന്റെ ആണവ പദ്ധതി പരിമിതപ്പെടുത്തുകയോ അതോ പൂർണ്ണമായി നിർത്തലാക്കുകയോ ചെയ്യുമോ എന്ന ചോദ്യത്തിന് ട്രംപ് നൽകിയ മറുപടി സമ്പൂർണ്ണ വിഘടനം എന്നായിരുന്നു. അത് മാത്രമേ താൻ അംഗീകരിക്കൂ എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. മാത്രമല്ല, വൈദ്യുതി ഉൽപാദനത്തിനായി ഇസ്ലാമിക് റിപ്പബ്ലിക്കിന് ആണവ സാങ്കേതികവിദ്യ ഉണ്ടായിരിക്കേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം കാര്യമായി തന്നെ ചോദ്യം ചെയ്തു. അവർക്ക് ഇത്രയധികം എണ്ണയുണ്ട്. ആണവോർജം പലപ്പോഴും സൈനിക യുദ്ധത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നുണ്ട്. അവർക്കൊരു ആണവായുധം ഉണ്ടായിരിക്കണമെന്ന് താൻ ആഗ്രഹിക്കുന്നില്ല എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ലോകം നശിപ്പിക്കപ്പെടും എന്നതിനാൽ അവരുടെ കൈവശം ആണവായുധം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നില്ല എന്നും ട്രംപ് വെളിപ്പെടുത്തുകയുണ്ടായി. കൂടാതെ ഒമാന്റെ മധ്യസ്ഥതയിൽ ഇറാനുമായുള്ള 4ാം റൗണ്ട് ചർച്ചകൾ നടക്കാനിരിക്കെയും ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് അനിശ്ചിതകാലത്തേക്ക് മാറ്റിവെച്ചതായി ഒമാനി വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള ബദർ അൽ ഗുസൈദി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്നുകൊണ്ടാണ് ട്രംപ് തന്റെ ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. നേരത്തെ ഇരുപക്ഷം ക്രിയാത്മകമാണെന്ന് വിശേഷിപ്പിച്ചിരുന്ന ചർച്ചകൾ ഇറാൻ പിന്തുണയുള്ള ഹൂതികൾക്കെതിരെ അമേരിക്കയും അതുപോലെ ബ്രിട്ടനും വ്യോമാക്രമണം ശക്തമാക്കിയ യമനിലെ സംഘർഷങ്ങളാൽ പ്രതിഫലിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ ഇസ്രയേൽ തലസ്ഥാനമായ ടെൽ അവീവിന് പുറത്തുള്ള ബെൻ ഗുരിയോൺ വിമാനത്താവളത്തിന് സമീപം ഹൂതികളുടെ ബാലിസ്റ്റിക് മിസൈൽ പതിച്ചും 8 പേർക്ക് പരുക്കുമേറ്റിരുന്നു. മാത്രമല്ല, തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു. ഗാസയിലെ പാലസ്തീനികളുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ സമഗ്രമായ വ്യോമ ഉപരോധം നടത്താനാണ് തങ്ങൾ ലക്ഷ്യമിടുന്നതെന്ന് ഹൂതികൾ പ്രധാനമായിട്ടും വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള 2015 ഐക്യരാഷ്ട്രസഭയുടെ പിന്തുണയുള്ള കരാറിൽ നിന്നും ട്രംപ് തന്റെ ആദ്യ ഭരണകാലത്ത് അതിൽ നിന്ന് പിന്മാറുന്ന നടപടിയായിരുന്നു കൂടുതലും കൈക്കൊണ്ടിരുന്നത്. ഇറാൻ കരാർ രഹസ്യമായി ലംഘിച്ചുവെന്നാണ് ട്രംപ് എന്ന ആരോപണം ഉയർത്തിയിരുന്നത്. അതേസമയം ആണവ കരാറുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉയർത്തിയ ബോംബ് ഭീഷണിക്ക് മുന്നിൽ വഴങ്ങാതെ നടപടിയായിരുന്നു ഇറാൻ കൈക്കൊണ്ടിരുന്നത്. ആവശ്യമെങ്കിൽ US-ഉമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ ആക്രമിക്കാൻ ഇറാൻ ഭൂഗർഭ മിസൈൽ ആയുധ ശേഖരം തയ്യാറാക്കുന്നുണ്ടെന്നും സർക്കാർ നിയന്ത്രിത മാധ്യമമായ ടെഹ്റാൻ ടൈംസും റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ആണവ കരാർ അംഗീകരിക്കുവാൻ ടെഹ്റാൻ വിസമ്മതിക്കുകയാണെങ്കിൽ ഇറാനിൽ ബോംബിടുമെന്നായിരുന്നു ട്രംപ് കൂടുതലും അത് പറഞ്ഞിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇറാൻ തന്റെ സുപ്രധാനമായ നീക്കം നടത്തുന്നത്. ട്രംപിന്റെ ഭീഷണിയെ തുടർന്ന് വ്യോമാക്രമണങ്ങളെ ചെറുക്കുവാനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന രാജ്യത്തുടനീളമുള്ള ഭൂഗർഭ സൗകര്യങ്ങളിൽ ഇറാൻ തങ്ങളുടെ മിസൈലുകൾ റെഡി ടു ലോഞ്ച് മോഡിൽ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് ടെഹ്റാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. US-ൽ നിന്നുള്ള ഭീഷണികൾ കൂടുതൽ ശക്തമായതോടെ ഇറാൻ അടുത്തിടെ പുറത്തിറക്കിയ ഒരു വീഡിയോയിൽ അവരുടെ ഭൂഗർഭ മിസൈൽ സൗകര്യം വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇറാന്റെ റെവല്യൂഷണറി ഗാർഡ്സ് ഇതിനെ മിസൈൽ നഗരം എന്നാണ് കൂടുതലും വിശേഷിപ്പിക്കുന്നത്. മാത്രമല്ല, 85 സെക്കൻഡ് ദൈർഘ്യമുള്ള ഇവരുടെ ഈ ക്ലിപ്പിൽ ഇറാന്റെ ന്യൂനത ആയുധങ്ങളും സൈനികർ നിലത്ത് വരച്ച ഇസ്രയേലി പതാകയിൽ ചവിട്ടുന്നതും ഉൾപ്പെട്ടിരുന്നു. ഒരു അഭിമുഖത്തിലായിരുന്നു ആണവ കരാർ സംബന്ധിച്ചുകൊണ്ട് ട്രംപ് ഇറാന് അന്ത്യശാസനം പ്രധാനമായിട്ടും നൽകിയത്. അവരൊരു കരാറിൽ എത്തിയില്ലെങ്കിൽ ഒരു ബോംബിംഗ് ഉണ്ടാകുമെന്നായിരുന്നു ട്രംപ് അന്ന് പറഞ്ഞിരുന്നത്. അവർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ബോംബിംഗ് ആയിരിക്കും അതെന്നും മാത്രമല്ല, ഇറാനിലെ ദ്വിതീയ താരിഫുകൾ ഉപയോഗിച്ച് സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുമെന്ന മുന്നറിയിപ്പും ട്രംപ് നൽകുകയുണ്ടായി. ഇറാന്റെ ആണവ പദ്ധതി പൊളിച്ചു മാറ്റണമെന്ന ആവശ്യം വാഷിംഗ്ടണിൽ നിന്ന് ശക്തമായി തന്നെ ഉയരുന്ന സാഹചര്യവും നിലനിന്നിരുന്നു. പക്ഷേ US-ഉമായി നേരിട്ട് ചർച്ചയ്ക്കില്ല എന്നും അതുപോലെ പരോക്ഷ ചർച്ചകൾ മാത്രം പരിഗണിക്കാമെന്നുമായിരുന്നു ഇറാൻ കൈക്കൊണ്ടിട്ടുള്ള നിലപാട്. ഞങ്ങൾ ചർച്ചകൾ ഒന്നും തന്നെ ഒഴിവാക്കുന്നില്ല, പക്ഷേ ഇതുവരെ ഞങ്ങൾക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത് വാഗ്ദാനങ്ങളുടെ ലംഘനം മാത്രമാണ്. അവർക്ക് വിശ്വാസം വളർത്തിയെടുക്കാൻ കഴിയുമെന്ന് അവർ തെളിയിക്കുകയും വേണം. ഒരു ടെലിവിഷൻ പ്രസംഗത്തിനിടെ ഇറാൻ പ്രസിഡന്റ് ആയിട്ടുള്ള മസൂദ് പെസഷ്കിയാൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇതിനെ തുടർന്ന് ഇറാനെ അവരുടെ ആണവ പദ്ധതി വികസിപ്പിക്കാനും അതുപോലെ ഒരു ആണവായുധം സ്വന്തമാക്കാനും അനുവദിക്കാൻ കഴിയില്ല എന്ന് അമേരിക്ക ശക്തമായി തന്നെ വ്യക്തമാക്കി. കരാർ അംഗീകരിക്കാൻ വിസമ്മതിക്കുകയാണെങ്കിൽ ഇറാൻ മോശം പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. മാത്രമല്ല, ഇറാനുമായി ആണവ കരാറിന് ശ്രമം തുടങ്ങിയതായിട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. വിഷയം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇറാൻ പരമോന്നത നേതാവായിട്ടുള്ള അയത്തുള്ള അലി ഖമേനിക്ക് കത്തയച്ചതായിട്ടും ട്രംപ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. അമേരിക്കയുടെ ദീർഘകാല സഖ്യകക്ഷിയായ ഇസ്രയേലിന്റെ മുഖ്യ ശത്രു കൂടിയാണ് ഇസ്ലാമിക് റിപ്പബ്ലിക് എന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് സമ്മതം തരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ട്രംപ് പറയുകയുണ്ടായി. നിങ്ങൾ ചർച്ചകൾ നടത്തുമെന്ന് ഞാൻ വളരെയധികം പ്രതീക്ഷിക്കുന്നുണ്ട്, കാരണം അത് ഇറാന് വളരെയധികം നല്ലതായിരിക്കുമെന്നാണ് ട്രംപ് അഭിപ്രായപ്പെട്ടത്. ഫോക്സ് ബിസിനസ് നെറ്റ്വർക്കിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ട്രംപ് തന്റെ ഈ അഭിപ്രായ പ്രകടനം നടത്തിയത്.
ആ കത്ത് അവർക്ക് കിട്ടണമെന്നും അവരത് ആഗ്രഹിച്ചതായി ഞാൻ കരുതുന്നുണ്ടെന്നും ട്രംപ് പറഞ്ഞു. മറ്റൊരു പോംവഴി നമ്മൾ എന്തെങ്കിലും ചെയ്യണം എന്നതാണ്. കാരണം നിങ്ങൾക്ക് മറ്റൊരു ആണവായുധം ഇവിടെ അനുവദിക്കാൻ ഒരിക്കലും കഴിയില്ല എന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ട്രംപ് തന്റെ കത്ത് എഴുതിയെന്നാണ് റിപ്പോർട്ടുകളെല്ലാം പറഞ്ഞിരുന്നത്. ഇറാനെ കൈകാര്യം ചെയ്യാൻ പ്രധാനമായിട്ടും രണ്ട് വഴികളാണ് നിലനിൽക്കുന്നത്. ഒന്ന് സൈനികമായി, അല്ലെങ്കിൽ നിങ്ങൾ ഒരു കരാർ ഉണ്ടാക്കുക. എന്നാൽ ഇറാനെ വേദനിപ്പിക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അതിനാൽ ഒരു കരാർ ഉണ്ടാക്കാൻ ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അവർ വളരെ നല്ല ആളുകളാണെന്നും ട്രംപ് അന്ന് പറയുകയുണ്ടായി. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രചാരണങ്ങളും വ്യാപകമായി നിലനിന്നിരുന്നു. അതേസമയം രണ്ടാം ഭരണകാലത്ത് സകല പ്രതീക്ഷകളെ അട്ടിമറിച്ചുകൊണ്ടാണ് ട്രംപ് ഇപ്പം മുന്നോട്ട് നീങ്ങുന്നതെന്നും പറയാം. US പതിറ്റാണ്ടുകളായി തുടരുന്ന വിദേശ നയം ട്രംപ് ഭരണകൂടം പൊളിച്ചെഴുതുകയും ചെയ്തു. ഇതിന്റെ സൂചനകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിൽ തന്നെ പ്രകടമാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അധികാരമേറ്റയുടൻ യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ സമവായം ഉണ്ടാക്കുമെന്നായിരുന്നു ട്രംപ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇതിനുശേഷം കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ മാറി മറിയുകയായിരുന്നു. യുദ്ധം 3-ാം വർഷത്തിലേക്ക് കടക്കുന്നതോടെ നിലപാടിൽ വലിയ മാറ്റമാണ് US കൂടുതലും വരുത്തിയിട്ടുള്ളത്.